ടിക്കറ്റ് ടു ഫിനാലയിലെ മൂന്നാമത്തെ ടാസ്ക് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ടാസ്കിന്റെ പേര് തലയണ മന്ത്രം എന്നാണ്. ടേബിളിലെ ഓരോ ടീമിന്റെയും പേര് എഴുതിയിട്ടുണ്ട്. ഒരു ഭാഗത്തായിട്ട് കുറെ പഞ്ഞികൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തലയണ നിറയ്ക്കാനുള്ള കവറുകളും ഉണ്ട്. ബസർ അടിച്ചു കഴിയുമ്പോൾ ഈ പഞ്ഞി തലയണയിൽ വരി നിറയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി, നല്ല രീതിയിൽ കൂടുതൽ തലയണ ആര് നിറയ്ക്കുന്നു അവരായിരിക്കും വിജയി. അപ്പൊ ഇതുവരെ ടണൽ ടീമിനാണ് കൂടുതൽ പോയിന്റ് ഉള്ളത്. അപ്പൊ ഏത് രീതിയിലും ടണൽ ടീമിനെ പോയിന്റ് കൂട്ടാതിരിപ്പിക്കാനാണ് മറ്റു ടീമുകൾ നോക്കുന്നത്. ഇതിലെ ജിൻഡോ പറയുന്നുണ്ട്, ജിൻഡോ ഓരോ ടീമിന്റെ ഓരോരുത്തർ വീതമായിരുന്നു വിധികർത്താക്കൾ. ഓരോ ടീമിന് എതിർ ടീമിന്റെ വിധികർത്താവായിട്ട് വരുന്നത്. അപ്പൊ ജിൻഡോ ആയിരുന്നു ടണൽ ടീമിന് പോയത്. അപ്പൊ ജിൻഡോയുടെ പരാതി ശരിയായ രീതിയിലല്ല കുഷ്യൻ നിറച്ചെന്നുള്ളതാണ്. ഇതിനകത്ത് പഞ്ഞി അധികം കൊണ്ടിട്ടില്ല. സിജോ അപ്പം പറയുന്നു, ഏത് തലയണ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ തലയണ പഞ്ഞിയെല്ലാം ഒരു കോണിലേക്ക് മാറും, അതേ ഉള്ളൂ എന്ന് പറയുന്നു ചരിച്ചു പിടിച്ചിട്ട്. പക്ഷെ ജിൻഡോ പറയുന്നത് അങ്ങനെയല്ല, ഇതിനകത്ത് പഞ്ഞി കൊണ്ടിട്ടില്ല. ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുകയാണെന്ന് വരി തല നോകും, അതോ രീതിയിലാണ് ഇതിനകത്ത് പഞ്ഞി നിറച്ചിരിക്കുന്നതെന്നാണ്. ശരിയാണ്, അവര് നല്ല രീതിയിൽ അതിനകത്ത് പഞ്ഞി നിറച്ചിട്ടില്ല. അപ്പൊ ആരായിരിക്കും വിജയ് എന്നുള്ളത് പറയാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരായിരിക്കും വിജയ് എന്നുള്ളത് നമുക്ക് കുറച്ച് സമയത്തിനകം അറിയുവാൻ സാധിക്കും. അപ്പൊ നല്ല രീതിയിലാണ് പഞ്ഞി നിറയ്ക്കുകയാണല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം പഞ്ഞിയൊക്കെ പലർക്കും അലർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആരായിരിക്കും വിജയ് എന്നുള്ളത് നമുക്ക് കുറച്ച് സമയത്തിനകം കണ്ടറിയാവുന്നതാണ്.